അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു മിനി ബ്ലോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും എന്നാൽ എൻ്റെ മോൻ ആദ്യമായിട്ട് കരഞ്ഞൊരു ദിവസം കൂടിയാണ് കേട്ടോ. ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കരയുമ്പോൾ നമുക്ക് വിഷമാണ്. പക്ഷേ ഈ ഒരു ദിവസം അവരുടെ ആ കരച്ചിലിന് നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ളൊരു ദിവസങ്ങളാണ് കേട്ടോ. നമുക്ക് വർഷത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഓരോ ദിവസങ്ങളുണ്ടാവും. അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. മറ്റുള്ളതും പ്രിയപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന്. എൻ്റെ സുഡാപ്പിക്കുട്ടിക്ക് ഇന്ന് 6 വയസ്സാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത്. വലിയൊരു വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ഞാൻ തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ. ഇന്നലെ ഉമ്മയും പെങ്ങളും അവരൊക്കെ വരുന്ന കാരണം അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാലത്ത് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടം പൂരിയാണ് കേട്ടോ. എന്ന് പൂരി ഉണ്ടാക്കി കൊടുക്കണം അത്ര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എണ്ണയുടെ പലഹാരം അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ 2 ദിവസം കഴിഞ്ഞാൽ ചോദിക്കും ഇന്ന് പൂരി ഉണ്ടാക്കുമോ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് പൂരി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെള്ളക്കടല മസാല കറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ പൂരി മസാലക്കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ കേട്ടോ. അപ്പോൾ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേ ഇക്കാക്കി പിന്നെ ഇത് ഇക്കാക്കയുടെ ഭാഗമുള്ള ഗിഫ്റ്റാണ് കേട്ടോ. സുഡാപ്പിക്ക് വാച്ചാണ് കേട്ടോ. അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ എനിക്കിതിലത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. അപ്പോൾ പിന്നെ കാണിക്കേണ്ടത് പാത്തൂസിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. പാത്തൂസ് ഇക്കാക്കാക്ക് ഇപ്പോൾ ഇക്കാക്ക കളിക്കാൻ പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഫുട്ബോൾ കളിക്കാനായിട്ട് ഇക്കാക്കയുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ സുഡാപ്പിക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ വാച്ച് ഇതായത് സുഡാപ്പിയുടെ കയ്യിൽ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ വാച്ച്. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവ ഉപ്പച്ചനോട് ആകെ ആവശ്യപ്പെട്ടത് എനിക്ക് പ്ലം കേക്ക് വേണം. സാധാരണ എല്ലാവരും സ്കൂളിൽ ഇങ്ങനെ പ്ലം കേക്ക് കൊണ്ടൊന്ന് മുറിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പച്ചിയുടെ ഭാഗമായിട്ട് 2 പ്ലം കേക്കാണ് കേട്ടോ മേടിച്ചു കൊടുത്തത്. പിന്നെ സ്കൂളിലത്തെ കേക്ക് കട്ടിങ് ആണ്. അങ്ങനെ അതേ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർമാർക്കും കുട്ടികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എൻ്റെ മോനെ വിഷ് ചെയ്തു. അതുപോലെ തന്നെ വീഡിയോസ് എടുത്തോണ്ടും കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചറാണ് കേട്ടോ. അത് മഞ്ജു ടീച്ചറാണ് വീഡിയോസ് എടുത്ത് എനിക്ക് അയച്ചു തന്നത്. ടീച്ചർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കുക. അങ്ങനെ ആ സമയത്തുള്ള അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവരുടെ സന്തോഷം നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ മോൻ ആകെ ആവശ്യപ്പെട്ടത് അവന് പ്ലം കേക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ആൾക്ക് സ്കൂളിലേക്കുള്ള പ്ലം കേക്ക് മേടിച്ചു. പിന്നെ ക്രീം കേക്ക് രാവിലെ കട്ട് ചെയ്ത് ഉമ്മ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവൻ സ്കൂൾ വിട്ട് വന്ന ആ ടൈമിൽ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവന് വേണ്ടിയിട്ട്.
പിന്നെ ചോറ് റൈസ് വേറെയും അതുപോലെ തന്നെ ചിക്കൻ വേറെ ആയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അവർക്ക് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, ഇന്നത്തെ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട്